10-23 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച എന്നെപ്പറ്റി ഇതുവരെ പാർട്ടിയിൽ ആർക്കുമില്ലാത്ത ഒരു കണ്ണശയെഴുത്ത്. നാട്ടുകാർ മാപ്പ് കൊടുക്കുമോ? ഇവിടെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി അവസാനിക്കും. കാരണം രാഷ്ട്രീയക്കാരൻ്റെ ജോലി അനാവശ്യങ്ങൾ പറയലല്ല, അനാവശ്യങ്ങൾ കണ്ടുപിടിക്കലല്ല, രാഷ്ട്രീയത്തായ കാര്യമായി കൈകാര്യം ചെയ്യണം. അതൊക്കെ പോയി. നിയന്ത്രിക്കാൻ ആരുണ്ട്? ആരെങ്കിലും നിയന്ത്രിക്കാനുണ്ടോ? കന്നാലികളെ അഴിച്ചുവിട്ട പോലെ നടക്കുകയല്ലേ ഓരോ പാർട്ടി പ്രവർത്തകർ. അവർക്ക് തോന്നുന്നതൊക്കെ ചെയ്ത് തോന്നുന്നത് അതാണോ കമ്മ്യൂണിസം? സുധാകരൻ ഒരു പരിഗണനയില്ല. ഇതാരാ പറഞ്ഞ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ ഒരു പരിഗണനയില്ല. കണ്ണടച്ചോട് പിന്നെ ഹാസ്യച്ചിരിയും. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല, അദ്ദേഹത്തെ ഹാസ്യാത്മകമായി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് എത്രയോ സീനിയറായ ഒരാളാണ് പാർട്ടിക്കകത്ത്, എത്രയോ സീനിയറായ ആളാണ്. സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി ഞാൻ വെടിവെല കൂട്ടാൻ പോയിട്ടില്ല. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ തന്നെ 3 തവണ നിർദ്ദേശിച്ചപ്പോഴും വേണ്ടാന്ന് പറഞ്ഞ് മാറിയ ആളാണ് ഞാൻ. ഇനി ഏറ്റവും പറ്റി മതി, ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള എന്നോട് പാർട്ടി തന്നെ 2 തവണ മിനിസ്റ്ററാക്കുകയും 20 തവണ MLA ആക്കുകയും ആദ്യത്തെ ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡൻ്റാക്കുകയും 12% സിൻഡിക്കേറ്റിൽ ഇരുത്തുകയും ചെയ്തത് പാർട്ടിക്ക് കേട്ടിട്ടുള്ള കൂറുകൊണ്ടല്ലേ. ഞാൻ അതിനെ എങ്കിലും ഏതെങ്കിലും തരത്തിൽ പോറിലേൽപ്പിച്ചോ? ഒരു പരാതി ഉണ്ടോ? ഇല്ല. അങ്ങനെ എന്നെപ്പറ്റി സംസാരിക്കുമ്പോൾ സഖാവ് ഗോവിന്ദനും ശ്രദ്ധിക്കണ്ടേ? ഇതല്ലേ സമീപനം? അദ്ദേഹം എന്നെ ചെറ്റയെന്ന് വിളിച്ചു മുഖ്യമന്ത്രി. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ അഭിമാനിക്കുന്ന കാരണം ചെറ്റക്കുടലിൽ താമസിക്കുന്നവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിന്നത്. അല്ല സമ്പന്നന്മാർക്ക് വേണ്ടി മണിമാളികയിൽ ആ അർത്ഥം പോലും പ്രത്യയശാസ്ത്രപരമായി അധികാരത്തിൻ്റെ ഈ വല്ലാത്ത ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു മൂടൽ മഞ്ഞിൽ അദ്ദേഹം ഇതൊക്കെ അങ്ങ് മറന്നുപോയിരിക്കുകയാണ്. എന്താണ് കമ്മ്യൂണിസം, എന്താണ് ചെറ്റപ്പുരയുടെ അർത്ഥം, ഇതൊക്കെ അങ്ങ് പറയുകയാണ്. പിന്നെ ഞാൻ ചെളിക്കുണ്ടിൽ കിടക്കുകയാണ്, ഓർഗസ്റ്റിലെ ചെളിക്കുണ്ടിൽ. അതിന് ഞാൻ മറുപടി പറഞ്ഞു, അത് ശരിയാണ്. ഞാൻ കുട്ടനാട്ടിലെ ചെളിക്കുണ്ടിൽ 4 വർഷം പാർട്ടി പറഞ്ഞിട്ട് താലൂക്ക് സെക്രട്ടറി ആയിരുന്നു അവിടെ. ഒരു ദിവസം പോലും ബഹുമാനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടനാട്ടിലെ ഒരു വരമ്പത്ത് കൂടി നടന്നിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ നിന്നൊരു ജില്ല കൊണ്ടാണ് അദ്ദേഹം തിരുവിതാംകൂറിൽ അറിയപ്പെട്ടത് തന്നെ. ഇവിടെ വന്ന് ഇടപെട്ട് ഞങ്ങളുടെ എല്ലാം പിന്തുണ കൊണ്ടാണ്.